പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനിടെ രാജ്യത്തിൻ്റെ പൊതുകടം 2025 ജൂണോടെ $286.832 ബില്യൺ കുതിച്ചുയർന്നതായി റിപ്പോർട്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 13% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കടബാധ്യത മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 70% ഉയർന്നതായും സൂചനയുണ്ട്. ഇത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുകയാണ്. കടത്തിലെ ഗണ്യമായ വർധനവ് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. പൊതുകടം ക്രമാതീതമായി വർദ്ധിക്കുന്നത് സർക്കാരിന് വായ്പ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനക്ഷേമ പദ്ധതികൾക്കുമായി ഫണ്ട് കണ്ടെത്താനുള്ള കഴിവിനെയും പ്രതികൂലമായി തന്നെ ബാധിക്കും. ഇത് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ വായ്പകൾ തേടാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കും. ഇത് നിലവിലുള്ള കടം കൂടുതൽ കൂട്ടും. ഒരു രാജ്യത്തിൻ്റെ GDPയുടെ 70% കടം എന്നത് സാമ്പത്തിക വിദഗ്ധരുടെ കാഴ്ചപ്പാടിൽ അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ്. ഇത് രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗിനെ ബാധിക്കുകയും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം, രൂപയുടെ മൂല്യത്തകർച്ച, കുറയുന്ന വിദേശ നാണയശേഖരം എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ കണക്കുകൾ പുറത്തു വരുന്നത്. ഇത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യം പാകിസ്ഥാൻ സർക്കാരിന് കടുത്ത സാമ്പത്തിക പരിഷ്കരണ നടപടികൾ സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തും. നികുതി വർദ്ധിപ്പിക്കുക, സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുക, ചെലവുകൾ ചുരുക്കുക തുടങ്ങിയ ജനപ്രിയമല്ലാത്ത തീരുമാനങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം. ഭാവിയിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെയും പൗരന്മാരുടെ ജീവിത നിലവാരത്തെയും ഈ വർദ്ധിച്ചു വരുന്ന കടബാധ്യത കാര്യമായി സ്വാധീനിക്കും. അടുത്ത കാലയളവിൽ പാകിസ്ഥാൻ്റെ സാമ്പത്തിക നയരൂപീകരണത്തിലും ബജറ്റ് നിർമ്മാണത്തിലും ഈ ഭീമമായ കടം ഒരു പ്രധാന വെല്ലുവിളിയായി തുടരുകയും ചെയ്യും. ഭീമമായ കടബാധ്യത ഇപ്പോൾ തന്നെ പാകിസ്ഥാനുണ്ട്. അതിജീവനത്തിനായി ചൈന, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വായ്പ എടുക്കാറാണ് പതിവ്. എന്നാൽ ഈ കടം തിരിച്ചടയ്ക്കാൻ പാകിസ്ഥാന് കഴിയാറില്ല. നേരത്തെ അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാൻ്റെ സാമ്പത്തിക വളർച്ചയെ 3% താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. 3.5% മുൻപ്. ഇന്ത്യയും പാകിസ്ഥാനെയും സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ശക്തമായ സാമ്പത്തിക വളർച്ചയുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. 2025-ലും 2026-ലും ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 6.5% IMF പ്രവചിക്കുമ്പോൾ ലോകബാങ്ക് ഇത് 6.7% കണക്കാക്കുന്നുണ്ട്. ഇന്ത്യക്ക് വരും വർഷങ്ങളിൽ വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ് IMF പ്രതീക്ഷ. ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വളർച്ച, നികുതി പരിഷ്കരണങ്ങൾ എന്നിവ ഉൾപ്പെടെ സേവന നിർമ്മാണ മേഖലകൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് മോദി സർക്കാർ കൊണ്ടുവന്ന പുത്തൻ സംരംഭങ്ങളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമാണ് എന്ന് IMFും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും പറയുന്നുണ്ട്. രാഷ്ട്രീയ അനിശ്ചിതത്വം, സാമ്പത്തിക അസ്ഥിരത, കാര്യക്ഷമമല്ലാത്ത വ്യാവസായിക പ്രവർത്തനങ്ങൾ എന്നിവയാണ് പാകിസ്ഥാൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പ്രധാന കാരണം. ഭീകരർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന സർക്കാരാണ് പാകിസ്ഥാനിലേത്. ഓപ്പറേഷൻ സിന്ദൂറിൽ തളർന്ന പാകിസ്ഥാൻ പിന്നെയും ഭീകരരെ സഹായിക്കുകയാണ്. ഇതും കടബാധ്യത കൂട്ടുക തന്നെ ചെയ്യും.